എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നാളെ സാറ്റർഡേ ആണ്, പക്ഷേ നമുക്ക് 2 മണിക്കൂറത്തേനും മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഇന്നിപ്പം നമുക്ക് നാളത്തേന് കുറച്ച് ഷെയറുകൾ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അധികം ഷെയർ എടുക്കുന്നില്ല, എന്നും എടുക്കുന്ന പോലെ 11 ഷെയർ. നാളെ മിക്കവാറുമുള്ള ബ്രോക്കേഴ്സ് എല്ലാം ഇൻട്രാഡേ അലോ ചെയ്യത്തില്ല. ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു, ചിലർക്കൊക്കെ അലോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്, ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണ്. 11 ഷെയറേ ഉള്ളൂ. അപ്പോൾ ഈ 11 ഷെയറിൽ എന്നും പറയുന്ന പോലെ തന്നെ തലേ ദിവസത്തെ ഹൈ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയോ അതല്ല R1 R2 R3 റേഞ്ചിൻ്റെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് സെല്ലിങ് എടുക്കാം. സെല്ലിങ് എടുക്കേണ്ടത് ഇപ്പം റിക്കോർഡ് 123.90, ഇതൊരു 125, 126 പോയിട്ട് ഈ 123.90 താഴെ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല അത് 130.72 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ 130.72 മുകളിൽ ഒരു ഹൈ അടിച്ചിട്ടായിരിക്കും വരുന്നത്. ആ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഈ 130.70 താഴെ സെല്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമൽ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതിന് മുന്നിൽ എടുക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി അപ് ട്രെൻഡിലായിരുന്നു. GDP എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി കൂടുതലായിട്ട് വന്നു. പിന്നെ വേൾഡ് മാർക്കറ്റിൻ്റെ സപ്പോർട്ട്, നിക്കിയൊക്കെ നല്ല, ജപ്പാൻ മാർക്കറ്റൊക്കെ നല്ല ഹൈയിലായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മാർക്കറ്റും കയറി. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഷെയറിൽ ഏറ്റവും നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുണ്ട് ഈ റിക്കോ ഓട്ടോ എന്ന് പറയുന്ന ഷെയർ. റിക്കോ ഓട്ടോ നാളെ ഈ R1 അതല്ല R1 വരാതെ ചെറിയൊരു ഹൈ അടിച്ചതിന് ശേഷം ഈ ലെവൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ ഈ ADF ഫുഡ് എന്ന് പറയുന്ന ഈ ഷെയർ, ഇതും വന്നിട്ട് ഈ R1 വരാൻ ചാൻസ് ഉണ്ട്. നാളെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ, അതല്ല എങ്കിൽ ഈ ഹൈയുടെ താഴെ വരുമ്പോൾ എൻട്രി എടുക്കുക. വിൻലാസ് എന്ന് പറയുന്ന ഈ ഷെയർ R1 വരാൻ ചാൻസ് ഉണ്ട്. ഇത് 580, 30 രൂപ ഈസിയായിട്ട് കയറാൻ ചാൻസ് കൂടുതൽ. എന്നാലും അഥവാ വന്നില്ലെങ്കിൽ 600 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 590 കട്ട് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്ത് വിടാം. ഈ ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ AC ഷെയർ 1505 മുകളിൽ പോയിട്ടിറങ്ങി ഈ റേഞ്ചിന് താഴെ വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ജെനസിസ് എന്ന് പറയുന്ന ഈ ഷെയർ, അതും ശ്രദ്ധിക്കുക. കറക്റ്റ് 600 അതിൻ്റെ ഹൈ അടിച്ചേക്കുന്നത്. നാളെ ഈ 600 മുകളിൽ പോയിട്ട് 600 താഴെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ R1 റേഞ്ചിലോട്ട് പോകുന്നത് നോക്കുക. അന്നേരത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ചാൻസ് എടുക്കാൻ പറ്റും. ഇനിയും ഇതിനകത്ത് നമുക്കിപ്പം ഈ പ്രീവിയസ് ഡേ ഹൈ, ഈ ഹൈ അടിക്കാതെ തന്നെ ചില ഷെയറുകളൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെ പോകുമ്പോൾ ആ ഷെയറിൻ്റെ എന്ത് ചെയ്യണം, ഇന്നത്തെ ആവറേജ് ട്രേഡ് പ്രൈസ്, തലേ ദിവസത്തെ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ എങ്കിൽ ഒത്തിരി ഹൈയിൽ പോയിട്ട് ഈ ആവറേജ് ട്രേഡ് പ്രൈസ് വരുവാണ് ചാൻസ് എടുക്കരുത്. ഇറങ്ങി തന്നെ ഇപ്പം ഈ പ്രീവിയസ് ഡേ ഹൈ വരാതെ തന്നെ ഇറങ്ങി പോകുന്ന ഷെയർ ഓപ്പണിങ്ങിലൊക്കെ ഈ ആവറേജിന് താഴോട്ട് പോയാൽ നമുക്ക് ചാൻസ് എടുക്കാം. ഒത്തിരി ഹൈന്ന് വന്ന് വരുമ്പം എടുക്കരുത്. പിന്നെ നാളെ 2 മണിക്കൂറേ ഉള്ളല്ലോ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നോക്കി ട്രേഡ് എടുക്കുക. അധികം നോർമൽ ചെയ്യുന്ന രീതിയിൽ ട്രേഡ് എടുക്കരുത്. കുറച്ച് ചെറിയ ട്രേഡ് എടുത്ത് മാറുക. നമ്മൾ അതുപോലെ ഇന്ന് നമുക്ക് ചാൻസ് വന്ന ഷെയറുകൾ, ഇതിനകത്ത് നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളായിരുന്നു ഇത് നമ്മൾ 19 ഷെയർ എടുത്തതിൽ 12 ഷെയറിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഷെയർ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ച് ഷെയർ, ആദ്യം പ്രീമിയർ പോളിമർ എന്ന് പറയുന്ന ഷെയർ
ഓപ്പണിങ്ങിലത് ഈ റേഞ്ച് വരെ പോയി. CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടം വരെ വന്നു. നമുക്ക് ചെയ്യേണ്ടത് ലെവൽ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. ഇവിടെ ലെവൽ കട്ട് ചെയ്യും, 246 റേഞ്ച് കട്ട് ചെയ്യും. നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നോക്കിയേ 210-11 വരെ വന്നത്. അതായത് നമ്മൾ എൻട്രി എടുക്കുന്നത് 246. അപ്പം 36 രൂപ നമുക്ക് പ്രോഫിറ്റ്. 10-10.5 ആയപ്പോഴത്തേനും 36 രൂപ പ്രോഫിറ്റായി ആ ഷെയറിനകത്ത്, ഒരു ഷെയറിനകത്ത്. അതിന് ശേഷം നമുക്ക് RPPL എന്ന് പറയുന്ന ഷെയർ, RPPL R1 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുന്നത്, നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ റേഞ്ചിലേ എടുക്കത്തുള്ളൂ. പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. നോക്കിയേ, നമ്മൾ എൻട്രി എടുക്കുന്ന ലെവല് 111 സംതിങ്. അപ്പോൾ 105, 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പൈസാലോ എന്ന് പറയുന്ന പൈസാലോ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 പോയിട്ട് തിരിച്ചിറങ്ങി. ഇത് ശ്രദ്ധിച്ച് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കണ്ടില്ലേ, R1 മുകളിൽ പോയി തിരിച്ചിവിടെ കട്ട് ചെയ്തിറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുക്കും. 195-96 റേഞ്ച് എടുത്താൽ നമുക്ക് ഒരു 2-2.5 രൂപ കിട്ടത്തുള്ളൂ. 2-2.5 രൂപ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യത്തില്ല. ബുക്ക് ചെയ്യാതെ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ടിരുന്നാൽ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാൽ നമുക്കത് പ്രോബ്ലം അല്ല. നമ്മൾ 195 ആ റേഞ്ച് എടുത്ത് നമുക്ക് 198, 199 വെച്ച് വന്നു. 3.5 രൂപയ്ക്ക് അടുത്ത് ലോസ് വരും. പക്ഷേങ്കിൽ തിരിച്ചെന്നാലും നമ്മൾ ആ ഷെയർ നോക്കേണ്ടി അടുത്ത് ഈ ലെവലിൽ പോകുന്ന നോക്കണം. അത് പോയില്ല, അത് തിരിച്ച് പഴയ ലെവൽ തന്നെ ഇറങ്ങുക ചെയ്ത്. അപ്പം ഇവിടെ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക. 195 എൻട്രി എടുത്താൽ 188, പിന്നെ ആ റേഞ്ചിൽ തന്നെ നിന്ന് എടുത്ത് ലാസ്റ്റിലായപ്പോൾ 182 വരെ വന്നു. അതായത് ആദ്യം ഒരു 3 രൂപ പ്രോഫിറ്റ് ലോസ് ആയെങ്കിലും പിന്നീട് നമ്മൾ അതിനകത്ത് ട്രേഡ് എടുത്താൽ നമുക്ക് പിന്നെ വൺ സൈഡ് മൂവ്മെൻറ്റാണ് തരുന്നത്. വൺ സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തിട്ടൊന്നും പിന്നെ കയറുന്നില്ല. കണ്ടിന്യൂസ് ഇറങ്ങി 182 വരെ വന്നു. അപ്പോൾ നമുക്കൊരു 14 രൂപയ്ക്കടുത്ത് 13-14 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ്. 13.5 വേണ്ട, നമുക്കൊരു 6-7 രൂപ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജൂണിപ്പർ എന്ന് പറയുന്ന ഷെയർ, അത് ഹെവി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഹെവി ആയിരുന്നു. നോക്കിക്കേ, നമ്മൾ ഓപ്പണിങ് ഡൗൺ ഓപ്പണിങ് വന്ന് നേരെ കയറിപ്പോയി R1 മുകളിൽ പോയതിന് ശേഷം R1 കട്ട് ചെയ്തു. R1 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. R1 കട്ട് ചെയ്ത് 451 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 429 വരെ വരുന്നുണ്ട്. ഏകദേശം 20-21 രൂപ അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ച് വീണ്ടും കയറി ഇതുണ്ടല്ലേ, പ്രീവിയസ് ഡേയുടെ മുകളിൽ ഒരു പ്രാവശ്യം വന്നു. പിന്നെ ആ പ്രീവിയസ് ഡേയുടെ മുകളിൽ സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും പിന്നെ ഈ റേഞ്ചിൽ വന്നു. R1 മുകളിൽ കയറി ഇറങ്ങി. R1 മുകളിൽ എന്ന് പറയുമ്പോൾ 2 രൂപ ഇതേ തരുന്നുള്ളൂ. നമ്മളന്നേരം അവിടെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഈ റേഞ്ചിൽ തന്നെ കളിച്ച് ലാസ്റ്റിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇത് മൊത്തം സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ഒരു നമ്മളൊരു ലൈൻ ഇട്ടാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാം. ആ ഒരു കറക്റ്റ് ലൈനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഈ ലൈനിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിന് താഴോട്ടെല്ലാം വന്ന് സ്റ്റോപ്പ് ലോസ് പല പ്രാവശ്യം എടുത്തു. 1, 2, 3. അതിനുശേഷം വൺ സൈഡ് അപ്പ് ട്രെൻഡ് പോയി അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ഇതിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. അതിനുശേഷം നമുക്കിവിടെ നല്ലൊരു 20-21 രൂപയ്ക്കടുത്ത് നല്ല പ്രോഫിറ്റോടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ARIES എന്ന് പറയുന്ന ഷെയർ, അരീസാഗർ, അതും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മൾ 301 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 284, 15 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. അതിനുശേഷം DP വയർ എന്ന് പറയുന്ന ഷെയർ, DP വയർ ഓപ്പണിങ്ങിൽ ഹൈന്ന് നേരെ ഇവിടെ അടിച്ചു. നമ്മളിവിടെ 559 എൻട്രി എടുത്താൽ നമുക്ക്
545 വരെ വരുന്നുണ്ട്. 545 വന്നതിന് ശേഷം നേരെ നമ്മളിവിടെ എൻട്രി എടുക്കുന്നത് എത്രയല്ല, 559, 14 രൂപ പ്രോഫിറ്റ് വരുന്നു. പിന്നെ ആ റേഞ്ച് വരുന്നു, വീണ്ടും താഴെ പോകുന്നു, പിന്നെ ജസ്റ്റ് ആ ലെവലിന് മുകളിൽ കയറി പോകുന്നു, വീണ്ടും കട്ട് ചെയ്ത് താഴെ വരുന്നു. നമ്മൾ ഇതിന് മുകളിൽ പോകണമെങ്കിൽ നമ്മൾ അടുത്ത ലെവലിൽ നോക്കുക. അതല്ല തിരിച്ച് വീണ്ടും ഇറങ്ങണം, നമ്മളിവിടെ എൻട്രി എടുത്താൽ മതി. വീണ്ടും 559 എടുത്താൽ 540, 19 രൂപ, 535, 24 രൂപ, ലാസ്റ്റ് ആയപ്പോഴത്തേന് 522. നല്ല പ്രോഫിറ്റ്, ഹെവി പ്രോഫിറ്റ്. അതിനുശേഷം ട്രൈ ടർബൈൻ എന്ന് പറയുന്ന ഷെയർ, ട്രൈ ടർബൈൻ കുറേ ഷെയർ കാണിച്ച് മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ട്രൈ ടർബൈൻ ഓപ്പണിംഗ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ജസ്റ്റ് ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങി നമ്മളിവിടെ 503 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 486, ഏകദേശം 16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാൻസ് ഇതുപോലെ തന്നെ അതിലുള്ള ഹിന്ദ് കോപ്പർ, APL അപ്പോളോ, FCL, ഗോഡ്ഫ്രൈയൊക്കെ 100 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഷെയറിൽ. അത്രയൊക്കെയാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാളെ നമ്മൾ പറഞ്ഞ ഈ കുറച്ച് ഷെയറുകളിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്നവരെ ആ ഷെയറിനകത്ത് ചാൻസ് എടുത്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.